ഹായ് ടീച്ചേഴ്സ്, നമ്മൾ സീറ്റഡ് പേപ്പർ 1ന്റെ പ്രിപ്പറേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഫെബ്രുവരി 8-നാണ് എക്സാം, നമുക്കറിയാം. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് പോർഷൻസ് തീർക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സീറ്റഡിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ CDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് വരുന്നത്. 30 മാർക്കാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിലുള്ളത്. CDPയിൽ തന്നെ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ A പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അവർ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കാണാം. അതിൽ B പാർട്ടും C പാർട്ടും ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതിന് 5 മാർക്സ് ആണ്, 5 ക്വസ്റ്റ്യൻസ് ആണ് അന്ന് വരുന്നത്, 5 മാർക്കിന്. അതുപോലെ ലേണിംഗ് ആൻഡ് പെഡഗോജി എന്നുള്ള ഭാഗത്ത് നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഈ 2 ഏരിയയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is an effective strategy to reduce gender stereotyping and gender role conformity in a classroom? ഒരു ക്ലാസ് റൂമിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് കുറയ്ക്കാൻ എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A, ഡിസ്കസ് അബൌട്ട് ജെൻഡർ ബയാസ്, emphasizing gender specific rules. C, making separate seating arrangement for boys and girls. D, ഫോമിംഗ് ജെൻഡർ സെഗ്രിഗേറ്റഡ് ആക്ടിവിറ്റി. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡി തുടങ്ങാം. ഫോമിംഗ് ജെൻഡർ സെഗ്രിഗേറ്റഡ് ആക്ടിവിറ്റി ഗ്രൂപ്പ്സ്, 2 ബോയ്സിനെയും ഗേൾസിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള, ഗേൾസിന് ഒരു ടൈപ്പ് ആക്ടിവിറ്റിയും ബോയ്സിന് വേറൊരു ടൈപ്പ് ആക്ടിവിറ്റിയും കൊടുക്കാം എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലേ, അത് ഒരു തെറ്റായ സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ്, മേക്കിംഗ് സെപ്പറേറ്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതും തെറ്റായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ്, എംഫസൈസിങ് ജെൻഡർ സ്പെസിഫിക് റൂൾസ്, ജെൻഡർ സ്പെസിഫിക് റൂൾസിനെ എംഫസൈസ് ചെയ്യുക എന്നുള്ളതും തെറ്റായിട്ടുള്ള രീതിയാണ്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A, ഡിസ്കഷൻ അബൌട്ട് ജെൻഡർ ബയാസ്, ജെൻഡർ ബയാസിനെ കുറിച്ചിട്ട് ഡിസ്കഷൻസ് കൊണ്ടുവരിക. അപ്പൊ ഒരു ക്ലാസ്സിൽ ലിംഗവിവേചനത്തിനെ കുറിച്ചുള്ള തുറന്ന ചർച്ചകൾ നടന്നാൽ മാത്രമേ കുട്ടികളിൽ ഓൾറെഡി ഉള്ള മുൻവിധികൾ മറികടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വിവേചനവും കാണിക്കാതെ തുല്യമായിട്ടുള്ള അവസരം എല്ലാ കുട്ടികൾക്കും നൽകണം. ക്വസ്റ്റ്യൻ നമ്പർ 2, dyslexia is associated mainly with difficulties in speaking, reading, hearing, drawing. ഇതില് ഡിസ്ലെക്സിയ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസബിലിറ്റിക്ക് ഓരോ പേരുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. റീഡിങ്ങിനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയാം. റൈറ്റിങ്ങിനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് B, റീഡിംഗ് ആണ്. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടിനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ടു അഡ്രസ് ദ നീഡ്സ് ഓഫ് ടാലന്റഡ് ആൻഡ് ക്രിയേറ്റീവ് ലേണേഴ്സ് എ ടീച്ചർ ഷുഡ്. ടാലന്റഡ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ക്ലാസ്സിൽ കൊടുക്കേണ്ടത്? ഗീവ് റിപ്പീറ്റേറ്റീവ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്. ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് തുടരെയുള്ള പരിശീലനങ്ങളെയാണ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. റൂട്ട് ലേണിംഗിന്റെ മറ്റൊരു രീതിയാണ് ഈ ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് A ഓപ്ഷൻ തെറ്റാണ്. ഗീവ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ, ഗീവ് ചലഞ്ചിങ് ടാസ്ക്സ് ആൻഡ് ആക്ടിവിറ്റീസ് ടു പ്രിവെന്റ് ബോർഡം. നമുക്കറിയാം, ടാലന്റഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ വളരെ സ്പീഡിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കും അല്ലെ. ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അതുപോലെ എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാലൊക്കെ അവർ വളരെ പെട്ടെന്ന് അവരുടെ വർക്ക് തീർക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എൻഗേജിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടാസ്കുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഉത്തരം വരുന്നത് ഗീവ് ചലഞ്ചിങ് ടാസ്ക്, ഓപ്ഷൻ C ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. A, അഡ്മിഷൻ ഈസ് ബേസ്ഡ് ഓൺ IQ സ്കോർസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഒന്നിച്ച് പഠിപ്പിക്കുന്നതിനെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഡിസേബിൾഡ് ആയിട്ടുള്ള, ഗിഫ്റ്റഡ് ആയിട്ടുള്ള, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കുട്ടികളെ ഒരുമിച്ച് പഠിപ്പിക്കുന്നതിനെ, ഒരേപോലെ ഒരേ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുന്നതിനെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഐക്യം വെച്ച് അളക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു ലക്ഷണമാണോ? അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു ഉത്തരമാണ്. B, ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ആർ ടോട്ട് ഇൻ സെപ്പറേറ്റ് സ്കൂൾസ്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സെപ്പറേറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് അതും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ല. എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഒന്നിച്ച് പഠിപ്പിക്കുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതും തെറ്റാണ്. ഇറ്റ് സെലിബ്രേറ്റ്സ് ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ? അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ്. ക്ലാസ് റൂമിൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്. ഓപ്ഷൻ ഡി കൂടി നോക്കാം. ഇറ്റ് ഓൺലി ഫോക്കസസ് ഓൺ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുന്നതാണെങ്കിലും അതെന്താവില്ല? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആവില്ല. ഇവിടെ ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5,
To address learners from disadvantaged and deprived backgrounds, a teacher should ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ടീച്ചർ ക്ലാസ്സിൽ ചെയ്യേണ്ടത് എന്താണ്? എ, ഇഗ്നോർ ദം ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ്സിലെ ആ കുട്ടികളെ അവഗണിക്കുക എന്നുള്ളതാണോ? അല്ല. ബി, ഗ്രൂപ്പ് ദം സെപ്പറേറ്റ്ലി ഫ്രം അതർ സ്റ്റുഡൻസ്. മറ്റു സ്റ്റുഡൻസിൽ നിന്നും ഈ കുട്ടികളെ വേർതിരിച്ച് ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണോ? ഒരിക്കലും അല്ല, അല്ലെ? നോ. ഓപ്ഷൻ സി, കൊളാബറേറ്റ് വിത്ത് ദം ആൻഡ് ഹെൽപ്പ് ദം ഇന്റഗ്രേറ്റ് ഇൻ ടു ദ ക്ലാസ്. ആ കുട്ടികളെ കൊളാബറേറ്റ് ചെയ്ത് അവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് റൂം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, അല്ലെ? ഓപ്ഷൻ സി ആണ് ഉത്തരം. പിന്നാക്കം നിൽക്കുന്ന സാഹചര്യമുള്ള കുട്ടികളെ ഒറ്റപ്പെടുത്താതെ അവരെ ക്ലാസിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എറേഴ്സ് മെയ്ഡ് ബൈ ചിൽഡ്രൻ ആർ. എറേഴ്സ് എന്ന് പറയുന്ന കുട്ടികൾ തെറ്റ് വരുത്തും, അല്ലെ? അപ്പൊ ഈ തെറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? എ സൈൻ ഓഫ് ലോ ഇന്റലിജൻസ്. കുട്ടികൾക്ക് ലോ ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ള സൈൻ ആണോ ഈ എറേഴ്സ് എന്ന് പറയുന്നത്? അല്ല. ബി, സിഗ്നിഫിക്കന്റ് സ്റ്റെപ്സ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിലുള്ള ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എറേഴ്സ് എന്ന് പറയുന്നത്. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടിയുടെ തോട്ട് പ്രോസസ്, എങ്ങനെയൊക്കെയാണ് കുട്ടി ചിന്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനാണ് ഇത്തരത്തിലുള്ള എറേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു ലേൺ? പഠിക്കാൻ കുട്ടികളെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എ, ഗീവിംഗ് റിവാർഡ്സ് ഫോർ എവറി സ്മോൾ ടാസ്ക്. എല്ലാ ചെറിയ ടാസ്കുകൾക്കും റിവാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. ബി, പണിഷിംഗ് ദ സ്റ്റുഡൻറ് ഫോർ നോട്ട് പെർഫോമിംഗ് വെൽ. കുട്ടികളെ കൂടുതലായിട്ട് പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളത് നല്ലതായിട്ടുള്ള രീതിയല്ല, അതുമല്ല. ഫോക്കസിംഗ് ഓൺ മാസ്റ്ററി ഓറിയന്റഡ് ഗോൾസ് റാദർ ദാൻ മാർക്സ്. മാർക്കിന് വേണ്ടി പഠിക്കുന്നതിന് പകരം കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും അതിൽ വൈദഗ്ധ്യം നേടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. ഇതാണ് യഥാർത്ഥ മോട്ടിവേഷൻ. ആൻസർ സി ആണ് ഇവിടെ കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8. അക്കോർഡിംഗ് ടു ദ വ്യൂ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ലേണിംഗ് ഈസ്. നമുക്കറിയാം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ലെവ് വൈഗോട്സ്കിയുടെ ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെ? സോഷ്യൽ കൾച്ചറൽ തിയറി ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നതാണ്. ഇതിലെ ഏതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്? പാസീവ് ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക് ആണോ? അല്ല. നോ. സ്ട്രോങ്, ആക്റ്റീവ് ആൻഡ് സോഷ്യൽ ഇൻ ഇറ്റ്സ് ക്യാരക്ടർ. യെസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ സി നോക്കാം. ജസ്റ്റ് ആൻഡ് അക്യൂമുലേഷൻ ഓഫ് ഫാക്ട്സ്. അല്ല. ഡിപ്പെൻഡ് ഓൺ കണ്ടീഷനിങ് ഓൺലി. അല്ല. കണ്ടീഷനിങ്ങിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലേണിംഗ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സൈക്കോളജിസ്റ്റുകൾ വേറെയുമുണ്ട്. എന്നാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിനെ കുറിച്ചാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ്, അത് സോഷ്യലൈസേഷനിലൂടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് സോഷ്യൽ കൺസ്ട്രക്ഷനിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ 9. ചൈൽഡ് ഈസ് എ സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ മീൻസ് ദ ചൈൽഡ്. സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ ആണ് കുട്ടി എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെമ്മറൈസ് ആൾ സയന്റിഫിക് ഫോർമുലാസ്. അല്ല, നമ്മൾ ഒരിക്കലും റോട്ട് ലേണിംഗിനെ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ മെമ്മറൈസ് ചെയ്യുക, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് ചെയ്യുക, ഇത്തരത്തിലുള്ള ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആണ്, അതൊരിക്കലും ഉത്തരമായിട്ട് വരില്ല. ബി, സോൾവ്സ് പ്രോബ്ലംസ് ബൈ ഫോളോയിങ് ടീച്ചേഴ്സ് ഓർഡേഴ്സ് ഓൺലി. ടീച്ചറുടെ ഓർഡർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കുട്ടി ആൻസർ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഇതും ഒരു ഇൻവെസ്റ്റിഗേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ല. മൂന്നാമത്തെ നോക്കാം. എക്സ്പ്ലോർസ് ദ വേൾഡ് ത്രൂ ലോജിക് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അല്ലെ, കറക്റ്റ് ആണ്, അല്ലെ? ഇപ്പൊ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ എക്സ്പീരിയൻസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ഉത്തരമായിട്ട് പറയുന്നത്. ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വൺ ഹു എക്സ്പ്ലോർസ് ദ വേൾഡ് ത്രൂ ലോജിക് ആൻഡ് എക്സ്പെരിമെന്റ്സ്. ക്വസ്റ്റ്യൻ 10. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോഗ്നിഷൻ ആൻഡ് ഇമോഷൻ? കോഗ്നിഷനും ഇമോഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആണോ? അല്ല, അത് തെറ്റാണ്, അല്ലെ? ബി, ബൈ ഡയറക്ഷണൽ ആൻഡ് ഇന്റർ റിലേറ്റഡ്. ഇത് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അതാണ് ഉത്തരം. സി ഓപ്ഷൻ നോക്കാം. ഇമോഷൻ ഡസ് നോട്ട് എഫക്ട് കോഗ്നിഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതേ രീതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. കോഗ്നിഷൻ ഈസ് സെപ്പറേറ്റ് ഫ്രം ഫീലിങ്സ്, അല്ലെ? ബാക്കി 3 ഓപ്ഷൻസും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ 3 ഓപ്ഷൻസും ഒരേ അർത്ഥം വരുന്ന 3 കാര്യങ്ങളാണ്. അപ്പൊ ആ 3ഉം തെറ്റാണ്, ഒരു ഉത്തരം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി, ബൈ ഡയറക്ഷണൽ ആണ് ആൻഡ് ഇന്റർ റിലേറ്റഡ് ആണ്. നമുക്കറിയാത്ത കോൺസെപ്റ്റുകളാണ് ക്വസ്റ്റ്യൻസിന് വരുന്നതെന്നുണ്ടെങ്കിലും അതിന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഇത്തരത്തിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കുക. സീറ്ററിന് നെഗറ്റീവ് മാർക്സ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കോഡോ അല്ലെങ്കിൽ ട്രിക്കുകളോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ 2026 ഫെബ്രുവരി 8 നടക്കാനിരിക്കുന്ന സീറ്റെറ്റ് എക്സാമിന്റെ പേപ്പർ 2 വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും നമ്മൾ തുടങ്ങുകയാണ്. 10 ദിവസത്തെ
പേപ്പർ 2 ക്രാക്കിംഗ് ചലഞ്ച് ആണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. 10 ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ അതിന്റെ PYQs നമ്മൾ ഡിസ്കസ് ചെയ്യും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സോഷ്യൽ ബാരിയർ ടു ഇൻക്ലൂഷൻ ഇൻ എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഷൻ കൊണ്ടുവരുന്നതിൽ ഒരു സോഷ്യൽ ബാരിയർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇൻക്ലൂഷൻ നടപ്പിലാക്കാൻ പറ്റാത്തതിലുള്ള ഒരു സോഷ്യൽ ബാരിയർ. എ, ലാക്ക് ഓഫ് റാംസ് ഇൻ സ്കൂൾ ബിൽഡിങ്സ്. സ്കൂൾ ബിൽഡിങ്സിൽ റാമ്പുകൾ ഇല്ല എന്നുള്ളത് അതൊരു സോഷ്യൽ ബാരിയർ ആണോ? അല്ല. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പ്രിജുഡൈസസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ്, അതൊരു സോഷ്യൽ ബാരിയർ ആണ് അല്ലെ. ഓപ്ഷൻ ബി, ടീച്ചേഴ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇൻക്ലൂസീവ് സ്കൂളുകൾസ് ഉണ്ടാക്കുന്നതിനുള്ള തടസ്സം. ക്വസ്റ്റ്യൻ നമ്പർ 12. A student in our class faces difficulty in mathematical calculations. He might be suffering from. ഇത് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ADHD, ഓട്ടിസം. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, ഡിസ്കാൽക്കുലിയ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. In an inclusive classroom, emphasis should be on. ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ട കാര്യം എന്താണ്? എ, പെർഫോമൻസ് ഓറിയന്റഡ് ഗോൾസ്. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗോൾസ് കിട്ടുന്നതിലാണോ? പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ. ഓരോ കുട്ടിയുടെയും പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് ഓരോ കുട്ടിക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? സെഗ്രിഗേഷൻ ബേസ്ഡ് ഓൺ എബിലിറ്റി. എബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് സെഗ്രിഗേഷൻ ചെയ്യുന്നതാണോ? ഡി, യൂണിഫോം ഇൻസ്ട്രക്ഷൻ ഫോർ ഓൾ. എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണോ? നമുക്കറിയാം ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. ഡൈവേഴ്സിറ്റി ഇൻ ചിൽഡ്രൻ, ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ക്യാപ്പബിലിറ്റീസിനനുസരിച്ചിട്ട് അവരുടെ കപ്പാസിറ്റീസിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോ പെർഫോമൻസും സ്ട്രക്ചർ ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. Which of the following factors affects learning positively? ലേണിങ്ങിനെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എ, ഫിയർ ഓഫ് ഫെയിലിയർ. പരാജയപ്പെടുമെന്നുള്ള ഭയമാണോ? അല്ല. മീനിങ് ഫുൾ അസോസിയേഷൻ, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ലേണിങ്ങിനെ പോസിറ്റീവായി എഫക്ട് ചെയ്യുന്നത് മീനിങ് ഫുൾ അസോസിയേഷൻ ആണ്. ജീവിതവുമായിട്ടോ അല്ലെങ്കിൽ മുൻ അറിവുകളുമായിട്ടോ നമ്മുടെ ലേണിങ്ങിനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴാണ് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്. Question number 15. Children's alternative conceptions should be. എന്താണ് ഈ അൾട്ടർനേറ്റീവ് കൺസെപ്ഷൻസ് അല്ലെങ്കിൽ നെയ്വ് ബിലീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തെറ്റായിട്ടുള്ള കോൺസെപ്റ്റുകളെയാണ് നമ്മൾ ഈ അൾട്ടർനേറ്റീവ് കൺസെപ്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, കുട്ടികൾക്ക് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സയൻസിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഈ മിസ്കൺസെപ്ഷൻസ്. ഒരുപാട് നാച്ചുറൽ ഫിനോമിനാൻസിനെ കുറിച്ചും സയൻസിനെ കുറിച്ചും തന്നെ മിസ്കൺസെപ്ഷൻസ് നിലവിലുണ്ട്. കുട്ടികൾ അവരുടെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും. അത് അൾട്ടർനേറ്റീവ് കൺസെപ്ഷൻസ് ആയിരിക്കും, സയന്റിഫിക് ആയിട്ട് ബേസ് ഇല്ലാത്ത കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള അൾട്ടർനേറ്റീവ് കൺസെപ്ഷനെ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, ഇഗ്നോർഡ് ബൈ ദ ടീച്ചർ. ടീച്ചർ അതിനെ ഇഗ്നോർ ചെയ്യാണോ ചെയ്യേണ്ടത്? അല്ല. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ചോദ്യങ്ങളെ, അവരുടെ സംശയങ്ങളെ, അവരുടെ ഐഡിയാസിനെ, അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ കോൺസെപ്റ്റുകളെ, ഇതിലെ ഒന്നിനെയും ടീച്ചർ എന്ത് ചെയ്യരുത്? അവോയ്ഡ് ചെയ്യരുത്. ഓപ്ഷൻ ബി, പണിഷ്ഡ് ബൈ ദ ടീച്ചർ. ടീച്ചർ പണിഷ് ചെയ്യാനോ വേണ്ടത്? അല്ല. പണ്ടുണ്ടായിരുന്നു ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ഒരു സംവിധാനം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓപ്ഷൻ സി, യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ടീച്ചിങ്. ടീച്ചിങ്ങിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കി അതിനെടുക്കുക. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി കൂടി നോക്കാം. റീപ്ലേസ്ഡ് ഇമീഡിയറ്റ്ലി ബൈ കറക്റ്റ് ഇൻഫോർമേഷൻ ത്രൂ ലെക്ചറിങ്. ലെക്ചറിങ്ങിലൂടെ അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതി, അതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആ മിസ്കൺസെപ്ഷൻസിൽ നിന്നും ടീച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ആ ചിന്തകളെ അടിസ്ഥാനമാക്കി ശരിയായ അറിവിലേക്ക് കുട്ടിയെ നമ്മൾ നയിക്കണം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 15 ക്വസ്റ്റ്യൻസും CDPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു വർഷവും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ പോകുന്നതിന്റെ കൂടെ അതിന്റെ ഓപ്ഷൻസ് കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള ടേംസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ടേംസ് എന്താണ് എന്നുള്ളതും കൂടി ഒന്ന് റെഫർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം.